നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഒടുവിൽ നമ്മുടെ പെൺകുട്ടികൾ ODI വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ ഉറപ്പിച്ചു. ഇന്നലെ ന്യൂസിലാൻഡിനെതിരെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയതോടുകൂടിയാണ് സെമി ഫൈനൽ ഉറപ്പായത്. ഇപ്പോൾ സെമി ഫൈനൽ ആരൊക്കെയാണ് എന്നുള്ള തീരുമാനമായി. ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട്, ഇന്ത്യ ടീമുകളാണ് ഇപ്പോൾ സെമി ഫൈനൽ ഉറപ്പിച്ചത്. ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടും നേരത്തെ തന്നെ ആ ഒരു സ്പോട്ടുകൾ ഉറപ്പിച്ചതാണ്. ഇന്ത്യയുടെ കാര്യം എന്താവുമെന്ന ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ കിടിലൻ പ്രകടനത്തോടുകൂടി നമ്മുടെ പെൺകുട്ടികൾ സെമി ഫൈനൽ ഉറപ്പാക്കുകയായിരുന്നു. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ അത്ര സ്മൂത്തായിട്ടുള്ള ഒരു യാത്രയായിരുന്നില്ല നമ്മുടെ പെൺകുട്ടികൾക്ക്. കാരണം ആദ്യത്തെ 2 മത്സരങ്ങൾ നല്ല രൂപത്തിൽ ജയിച്ചു. ഇപ്പം ശ്രീലങ്കയ്ക്കെതിരെ 59 റൺസിനും പാകിസ്ഥാനെതിരെ 88 റൺസിനും വിജയിച്ചെങ്കിലും പിന്നാലെ നടന്ന കളികൾ സൗത്ത് ആഫ്രിക്കയോട് 3 വിക്കറ്റിന് തോറ്റു, ഓസ്ട്രേലിയയോട് 3 വിക്കറ്റിന് തോറ്റു, ഇംഗ്ലണ്ടിനോട് 4 റൺസിന് തോറ്റു. അങ്ങനെ നമ്മളൊന്ന് പതറിപ്പോയതാണ്. അവിടെ നിന്നാണ് ഇന്നലെ ഈ ഒരു തകർപ്പൻ വിജയം നേടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ബംഗ്ലാദേശിനെതിരെ ഒരു കളി ബാക്കിയുണ്ട്. അത് പോയിൻ്റ് പട്ടികയിലെ സ്ഥാനം തീരുമാനിക്കാൻ ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ സെമി ഫൈനൽ സ്പോട്ട് തീരുമാനിക്കാൻ ഇനി അതിൻ്റെ ആവശ്യമില്ല. ന്യൂസിലാൻഡിനെതിരെ ഇന്നലെ DLS മെത്തേഡ് പ്രകാരം 53 റൺസിൻ്റെ തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയത്. 49 ഓവർ മാച്ചിൽ ഇന്ത്യ 49 ഓവറിൽ 3 വിക്കറ്റിന് 340 റൺസാണ് അടിച്ചത്. ന്യൂസിലാൻഡിന് 44 ഓവറെ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. കാരണം മഴയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ 8 വിക്കറ്റ് 271 റൺസാണ് അടിച്ചത്. അപ്പം DLS മെത്തേഡ് പ്രകാരം നമ്മൾ 53 റൺസിൻ്റെ വിജയം സ്വന്തമാക്കുകയായിരുന്നു. അപ്പോൾ ഇതിലെടുത്ത് പറയേണ്ട ഒരു പ്രകടനം നമ്മുടെ ബാറ്റർമാരുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഓപ്പണർമാർ ഇന്നും പ്രകടനം നടത്തി. 212 റൺസിൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് വന്നത്. അതിൽ സ്മൃതി മന്ദാന 95 പന്തിൽ നിന്ന് 109 റൺസാണ് അടിച്ചത്. അവർ 10 ഫോറും 4 സിക്സറും അടക്കമാണ് ഈ ഒരു സ്കോറിലേക്ക് എത്തിയത്. അതേസമയം തന്നെ അവരോടൊപ്പം ഓപ്പൺ ചെയ്ത പ്രതിക റവാലും മികച്ച പ്രകടനം നടത്തി. അവർ 134 പന്തിൽ നിന്ന് 122 റൺസിൻ്റെ ഒരു മാസ്മരിക ഇന്നിങ്സ് കളിച്ചു. ഒപ്പം തന്നെ ജമീമ റോഡ്രിഗസിൻ്റെ ഇന്നിങ്സ് എടുത്ത് പറയണം. 55 പന്തിൽ നിന്ന് 11 ഫോറുകളുടെ സഹായത്തോടെ അവർ 76 റൺസാണ് അടിച്ചു കൂട്ടിയത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. സ്മൃതി മന്ദാനയുടെ പ്രകടനം. അവർ സെഞ്ചുറിയിൽ റെക്കോർഡിനടുത്താണ്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയിട്ടുള്ള താരം മെഗ് ലാനിംഗ് ആണ്. അവർ 15 സെഞ്ചുറികളാണ് നേടിയിട്ടുള്ളത് 102 ഇന്നിങ്സിൽ നിന്നെങ്കിൽ സ്മൃതി മന്ദാന ഇപ്പോൾ 14 സെഞ്ചുറികളായി. 114 ഇന്നിങ്സിൽ നിന്നാണത് വന്നിരിക്കുന്നത്. ഏതായാലും സുസി ബെയ്റ്റ്സിനെ മറികടന്നിരിക്കുന്നു. 13 സെഞ്ചുറികളാണ് അവർ നേടിയിട്ടുള്ളത്. സോ സ്മൃതിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. ആ ഒരു റൈറ്റ് ടൈമിൽ അവർ പീക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ തന്നെ ആദ്യത്തെ മത്സരങ്ങളിൽ അത്ര ഒരു മികവുണ്ടായിരുന്നില്ല. ശ്രീലങ്കയ്ക്കെതിരെ 8 റൺസാണ് അടിച്ചത്, പാകിസ്ഥാനെതിരെ 23 റൺസ്, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 23 റൺസ്. അങ്ങനെ പോയ പ്രകടനം പക്ഷേ പിന്നീട് കളി മാറി. ഓസ്ട്രേലിയക്കെതിരെ 66 പന്തിൽ നിന്ന് 80 റൺസ്, ഇംഗ്ലണ്ടിനെതിരെ 94 പന്തിൽ നിന്ന് 88 റൺസ്, ഇതാ ന്യൂസിലാൻഡിനെതിരെ 95 പന്തിൽ നിന്ന് 109 റൺസ്. ഏതായാലും തകർപ്പൻ വിജയം സ്വന്തമാക്കി നമ്മുടെ ടീം സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി സെമി ഫൈനലിൽ എതിരാളികൾ ആരാണ് എന്നുള്ളതൊക്കെ വ്യക്തമായതിനു ശേഷം പറയാം. ഏതായാലും ഇനി 2 മത്സരങ്ങൾക്കപ്പുറത്താണ് നമ്മുടെ ഈ ഒരു ലോക കിരീടം എന്നുള്ളത് കൂടി അറിയുക. 2 മത്സരങ്ങൾ വിജയിച്ച ലോക ചാമ്പ്യന്മാരാവാൻ പറ്റും. നിലവിൽ ഓസ്ട്രേലിയ 6 കളികളിൽ നിന്ന് 11 പോയിൻറ്റുമായിട്ട് 1-ാം സ്ഥാനത്താണ്. സൗത്ത് ആഫ്രിക്ക 6 കളികൾ 10 പോയിൻറ്റ് 2-ാമത്, ഇംഗ്ലണ്ട് 6 കളി 9 പോയിൻറ്റ് 3-ാം സ്ഥാനത്ത്, ഇന്ത്യ 6 കളി 6 പോയിൻറ്റ് 4-ാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.